ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ. എന്താണ് അത്രയും മാത്രം കാണിച്ചിട്ടല്ലേ ഒരുത്തൻ വന്ന് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കിട്ടിയത്. അപ്പൊ അവന് നാണം കെട്ടി നാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ, സ്വന്തം മക്കളെ തല താഴ്ത്തി നടത്തിക്കുന്ന ഒരു. പക്ഷെ വീട്ടുകാർക്കാർക്കും ഒരു കുഴപ്പമില്ല, രേണുവിന്റെ വീട്ടുകാർ, കാരണം ബോധവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്തവരോട് പറഞ്ഞു തരില്ല. പക്ഷെ അത് ഇതേ ചോദ്യം നമ്മുടെ കിച്ചുവിനോട് കഴിഞ്ഞ ദിവസം മീഡിയക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത്? രേണുസുതി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടിപ്പോ ഒന്ന് കാണിച്ചത്, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്ട് ഓഫ് കോഴ്സ് രേണുസുതിയെ കുറിച്ച് തന്നെയാണ്. അപ്പം രേണുസുതിയാണ് നമ്മുടെ ഇങ്ങനത്തെ സബ്ജക്ട്. അപ്പൊ രേണുസുതിയെ കുറിച്ച് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു രേണുസുതിയെ കുറിച്ച് പറയാൻ. പക്ഷെ നമ്മൾ വിട്ടുകളഞ്ഞ കേസാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കമന്റ് ബോക്സിൽ ഒരു കുട്ടി വരുന്നുണ്ട്, അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്താണ് കേരളം. നമുക്ക് നമ്മുടേതായ രീതിയും കൾച്ചറൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് നാളെ റോഡിൽ ഇറങ്ങി 10 പേരെ നാളെ തെറി വിളിച്ചുകൊണ്ട് നടക്കാം. അങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ നാളെ ഒരുത്തന്റെ വീട്ടിൽ കുത്തി കയറി അവിടെ നിന്നുള്ളതെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ അടക്കും ചിട്ടയും ഒക്കെ ഉണ്ട്, അതിന്റെ നിയമവശങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അപ്പൊ ശരി, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അപ്പൊ ശരി, എന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ കിച്ചു, അതായത് രേണുസുതിയുടെ മകൻ, ഇപ്പൊ രേണുസുതിയുടെ മകൻ അല്ലല്ലോ അല്ലേ, ഓക്കെ, സുധി, കൊല്ലം സുധിയുടെ മൂത്ത മകൻ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നതിന് എത്ര വിശേഷവും ചോദിക്കും. അത് മാത്രമല്ല, അപ്പം അവനൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങും, അതിനോടൊപ്പം തന്നെ ഒരു ഇനാഗ്രേഷൻ, അവന്റെ ഒരു ഫസ്റ്റ് ഇനാഗ്രേഷൻ ചടങ്ങ് കിട്ടുകയുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ മീഡിയാസ് അവന്റെ പുറകിലും ഉണ്ടായിരുന്നു. അതിലൊരു മീഡിയക്കാരൻ ചോദിച്ച ചോദ്യത്തിന് കൊച്ചു തല താഴ്ത്തി ഇരിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പൊ അതിനക്ക് മുന്നാടിയായിട്ട് നമ്മുടെ രേണുസുതി, നമ്മുടെ രേണു കൊച്ച് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കുറെ അധികം കാര്യങ്ങൾ റിയാക്ട് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുതിയുടെ തന്റെ തന്നെ എന്താണ് ഒരു ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം വിട്ടുകളഞ്ഞു, ഒന്നും നമ്മൾ റിയാക്ട് ചെയ്തിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വന്തം മകള് മറ്റുള്ളവരുടെ മുന്നിൽ തൊണ്ണി ഉരിയുന്നു, മറ്റുള്ളവന്മാരുടെ കൂടെ കടന്നു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തന്റെ നേരിട്ട് ഫോൺ വിളിച്ച് അയലക്കങ്കാരി ചോദിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നമ്മുടെ ബിന്ദു അമ്മണി എന്ന് പറഞ്ഞൊരു വക്കീലാണ് ഇവർ വക്കീൽ. അത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബരിമല പ്രശ്നം നടന്നല്ലോ, ശബരിമല സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ഒരു പുള്ളിക്കാരിയുണ്ട്, ബിന്ദു അമ്മണി. അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ ടാലിയാണ്. കാരണം ഇവരെ പോലുള്ളവരൊക്കെ നമ്മുടെ രേണുസുതി എന്ന് പറയല്ലെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തോ ആ ഫ്ലോയ്ക്ക് വരുമ്പോൾ അങ്ങനെ അറിയാണ്ട് പറഞ്ഞു, കാരണം എപ്പോഴും അങ്ങനെ പറഞ്ഞ് ശീലമായി. അപ്പൊ രേഷ്മ പി തങ്കച്ചന്റെ കൂട്ടുകാരായിട്ടുള്ള ഇങ്ങനെ കുറച്ച് അലമ്പ് കൂട്ടുകളാണ് ഉള്ളൂ, വേറെ ആരൊന്നുമില്ല. അപ്പം അവര് എന്താണ് ഈ ചേച്ചിക്ക് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു, ഹൃദയാഘാതം വന്നിരിക്കുന്ന ഇതാണ്, നിങ്ങൾ ഇത് വളരെ മോശമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞ് കുറെ അങ്ങനെ വോയിസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം ഇപ്പൊ തന്നെ വൈകി. അപ്പൊ എന്താണേലും രേണുവിന്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാ ഭയങ്കര ഇഷ്ടമാണ്. ചോറിനോട് ഒരു കറിയും വേണ്ട, ചമ്മന്തിപ്പൊടി പരിപ്പും കൂട്ടി അവൻ നന്നായിട്ട് ചോറ്. എനിക്കിഷ്ടമുള്ള ഇതൊക്കെ ആര് പറഞ്ഞെന്ന് ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇത് വലിയ അറിയാമോ? ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, ആരെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് കാണും. രേണു ഋതപ്പന് ഇഷ്ടം ചമ്മന്തിപ്പൊടിയും എന്താണ് പരിപ്പ് കറിയുമാണ്, അത് വെച്ചിട്ട് അലക്കുക, വേറെ ഒന്നുമില്ല. മറ്റെന്ത് എനിക്കിഷ്ടമുള്ള പലഹാരം ഇതാണ്, ഇത് ഞാൻ കഴിക്കാം കേട്ടോ. ഐസ്ക്രീം പബ്ലിക്കിന് ഇടുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചു. പക്ഷെ അത് സബ്സ്ക്രിപ്ഷനിലെങ്ങാനുമാണ് ഐസ്ക്രീം കഴിക്കുന്നെങ്കിൽ ഐസ്ക്രീമിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പൊന്നളിയ ഒന്നും പറയില്ല, ജസ്റ്റ് ഇത് ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ്. പക്ഷെ പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ മാന്യത, കുലസ്ത്രീ ചമയിലെല്ലാം ഉണ്ട്. പക്ഷെ സബ്സ്ക്രിപ്ഷനെ വരുമ്പോഴത്തേക്ക് ആ ഒരു എന്താണ് ഇതൊക്കെ മാറിയിട്ട് വേറൊരു മൂഡാവും ചേച്ചി. അതാണ് സബ്സ്ക്രിപ്ഷനും പിന്നെ പബ്ലിക്കിലോട്ടുന്ന കോമൺ കണ്ടന്റിനുമുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ വീഡിയോ ആൻഡ് സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഈസ് ദാറ്റ് രേണുസുതി അവതരിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്കുക.
നമസ്കാരം, രേണുസുതിയാണ്. ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എന്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമന്റ് ഇട്ടേക്കുന്നു. മോനെ, അവളുടെ കയ്യിൽ നിന്ന്, രേണുവിന്റെ കയ്യിൽ നിന്ന് ഇത്, അതായത് സുധിച്ചേട്ടന്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ്, ഇപ്പൊ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കും. പിന്നെ എങ്ങനെ? പിന്നെ ഈ പറഞ്ഞോളന്മാർ ഒരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഞാനല്ലേ എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. മാസ് ചേച്ചിക്ക് പൊട്ടി കുരു പൊട്ടി. ചേച്ചി സ്വന്തം കമന്റ് പോലും നോക്കാറില്ല, സ്വന്തം കമന്റ് ബോക്സ് വായിക്കാറില്ല, റിയാക്ഷൻ വീഡിയോസ് കാണാറില്ല, അങ്ങനെയൊക്കെ പറയെങ്കിലും ചേച്ചി ഇപ്പൊ എന്താണ് അയലത്തെ പോയി കമന്റ് ബോക്സ് വായിച്ചേക്കാണ്. സുധിച്ചേട്ടന്റെ നോട്ട് ദ പോയിന്റ്, സുധിച്ചേട്ടൻ, കൊല്ലം സുധിച്ചേട്ടന്റെ മകൻ എന്ന് തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ബിഗ് ബോസിൽ പോയ സമയത്ത് എങ്ങനെയായിരുന്നു, എന്റെ ഋതപ്പൻ, എന്റെ കിച്ചു മോൻ, എന്റെ കിച്ചു, എന്റെ മകൻ, ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്റെ മോനാണ്, അവനെ ഞാൻ വിട്ടുകളയത്തില്ല. അമ്മയും മക്കളുമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതേണ്ട കിടക്കുന്നു, അമ്മയുടെ മാവും ചട്ടിയും കലവും എല്ലാം മുടങ്ങിയ ഒരു രീതിയാണ് ഇപ്പൊ കണക്കുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ രേണു എക്സ്പോസ് ആയേക്കുവാണ്. രേണു ഇത്രേ ഉള്ളൂ, ഇത് ഉപ്പോളം വരും ഉപ്പിലിട്ടത്, ആ ഒരു സംഭവമാണ് ഇന്നിവിടെ പറയാനുള്ളത്. കാരണം നമ്മൾ ഈ വീഡിയോക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നേക്കും, അത് നിങ്ങൾ അതൊന്ന് ക്ഷമിച്ച് ഒന്ന് കൂടെ കൂടുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പം കിച്ചുവിന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന ആ ഒരു ഇത് രേണുസുതി നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, ആ കൊച്ചിനെ ഋതപ്പനെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, രേണുവിന്റെ വീട്ടുകാർ, കാരണം ബോധവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്തവരോട് പറഞ്ഞു തരില്ല. പക്ഷെ അത് ഇതേ ചോദ്യം നമ്മുടെ കിച്ചുവിനോട് കഴിഞ്ഞ ദിവസം മീഡിയക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം കിച്ചുവിന്റെ ഒരു പ്രതികരണം ഉണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാതെ? നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കൊച്ചിന്റെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. രേണുസുതി എന്താണ് ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിലുള്ള അങ്ങനെ കാണിക്കുന്ന കണ്ടല്ലോ, വിവാദമായല്ലോ, അങ്ങനെ എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടില്ലേ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു എന്താണ് കിച്ചുവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വന്തം അമ്മയല്ലേ പോലും എല്ലാവരുടെ മുന്നിൽ എന്താണ് അമ്മ എന്ന് വിളിച്ചു നടന്നാണ്. കൊല്ലം സുധിയുടെ വൈഫ് എന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവരെ എന്താണ് ഫ്ലവേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാം ഒന്നിച്ചാണ് വന്നേക്കുന്നത്, ഇവർ ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പം പെറ്റമ്മയല്ലേ പോലും പോറ്റമ്മയായിട്ടാണ് അറിയപ്പെട്ടത്. അപ്പം ഈ അമ്മ സ്വന്തം മോനെന്ന് ഇവരൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ടാഗ് ചെയ്ത് നടന്നത്. അപ്പം സ്വന്തം അമ്മ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ തുണി ഊരുന്നത് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്കുള്ള ചെലവ് നടത്താനും ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയാണ്. എന്താണ് അതിന്റെ അഭിപ്രായം? അമ്മ ഇങ്ങനെ നടക്കുന്നതിലൂടെ എന്താണ് അഭിപ്രായം എന്ന് അവൾ അത്രയും മാത്രം കാണിച്ചിട്ടല്ലേ ഒരുത്തം വന്ന് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കിട്ടിയത്. അപ്പൊ അവന് നാണം കെട്ടി നാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ, സ്വന്തം മക്കളെ തല താഴ്ത്തി നടത്തിക്കുന്ന ഒരു പ്രവണതയാണ് രേണുസുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുതിക്ക് ഇതൊന്നും തെറ്റാണെന്നോ താൻ കാണിക്കുന്നത് ശരിയായിട്ട് ഉണ്ടെന്നൊന്നും അവർക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്നാണ് അവർ ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് നല്ലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. നാളെ ആരുടെ മുന്നിൽ പോകുമ്പോഴും ഇവർക്ക് ഒരു ഉളുപ്പില്ല. കാരണം എന്നാ വെച്ചാൽ ഇത് അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വന്നൊരു ചടങ്ങാണ് അഭിഷേകിന്റെ ഭാര്യയുടെ വളകാപ്പ്. അതിന് ഒരു ഉളുപ്പും ഇല്ലാതെയാണ് പോയി നിൽക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഇച്ചിരി താമസിച്ചാണ് പുള്ളി വന്നത്, ലേറ്റ് ആയിട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നല്ലേ പറയുന്നത്. അപ്പൊ അന്ന് ആ വളകാപ്പ് ചടങ്ങിന് പോയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ എന്നും മുന്നിൽ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് ഒനിയൽ സാബുവിന്റെ ഒക്കെ എടുക്കാൻ പോയി നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്ന് അറിയത്തില്ല. അപ്പൊ മിക്കവാറും കാണ്ടാമൃഗം തന്നെ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അങ്ങനെ സംഭവിക്കൂടെ എന്ന് വെച്ചാൽ കാണ്ടാമൃഗത്തിന് പോലും കാണത്തില്ല ഇത്രയും തൊലിക്കട്ടി. അതിനേക്കാളും എത്രയോ മടങ്ങ് ഇരട്ടി തൊലിക്കട്ടിയാണ് രേണുസുതിക്ക്. പറയാതിരിക്കാൻ വൈകിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്ന അറിയത്തില്ല. അന്ന് ആ നാക്കിട്ട് കാണിച്ച ഒരു ചേഷ്ടകളെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇനി എനിക്ക് ഇതിനകത്ത് ഈ ക്ലിപ്പിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നേക്കാലും ഒരുത്തൻ ആ സമയത്ത് രേണുസുതിയെ കൈ കിട്ടിയ സമയത്ത് അതൊന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് കൂടെ കേട്ട് നോക്കാം. ഒരു പ്രശ്നമില്ല, ഹാപ്പിയല്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ, ഇപ്പൊ സന്തോഷമല്ലേ. എന്നെ കുറ്റം പറഞ്ഞൊക്കെ പുതിയൊരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയില്ലേ, നമ്മൾ ജീവിക്കാൻ വേണ്ടി. 3500 കഴിഞ്ഞില്ലേ, ഇപ്പൊ സന്തോഷമല്ലേ. എന്നെ കുറ്റം പറഞ്ഞൊക്കെ പുതിയൊരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയില്ലേ, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. നല്ല കാര്യമല്ലേ, ലീക്ക് എന്തായാലും ലീക്കാകും. അതും കൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ എന്തായാലും ലീക്കാകും. അതും കൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ പോകുന്ന നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പോകുന്ന നല്ലതായിട്ട് ഞാൻ നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ എന്ത് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാ. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എന്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ ഇതുണ്ടായി.
അപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എന്തിനാണ് പുറത്തെടുത്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. രേണുവിന് ഇതൊന്നും വലിയ കുഴപ്പമില്ല, വളരെ സന്തോഷം. അതുകൊണ്ട് എന്റെ ചെറ്റത്തരം വെളി വന്നാലും എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിയില്ല. ഇപ്പൊ എന്താണ് 3000+ ആയിരിക്കുകയാണ്, 7 ലക്ഷത്തിന് മുകളിലാണ് മാസവരുമാനം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഭയങ്കര അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ തുണി ഉരി കാണിച്ചിട്ട് ഞാൻ 7 ലക്ഷം സമ്പാദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ വലിയ സാധനമാണെന്ന് പറഞ്ഞാണ് രേണു നടക്കുന്നത്. പിന്നെന്താണ് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടു നോക്കും. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 22 അല്ല 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 ഇപ്പൊ ഏജ്. ഓക്കെ, കല്യാണം കഴിക്കണം. അപ്പൊ 21 ആണേലും എനിക്ക് 34, ചെറുക്കന് 21 ആണേലും ഞങ്ങൾ രണ്ടും എനിക്ക് ഇഷ്ടമാണോ അവൻ ഇഷ്ടമാണോ ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ആ വീട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവർ എന്തൊരു മാനസികാവസ്ഥയുള്ള സ്ത്രീയാണെന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് ഞാൻ കുറെ അധികം പറഞ്ഞു മടുത്തു. ഒരു 10 അല്ല 20 വയസ്സിനുള്ള ഒരു പയ്യനുമായിട്ടാണെങ്കിൽ ഞാൻ വിവാഹത്തിന് തയ്യാറാണ്, അവനും എനിക്കും ഇഷ്ടമാണ്, തയ്യാറാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ മകന്റെ പ്രായം ഒന്ന് ആലോചിച്ച്, കിച്ചുവിന്റെ പ്രായം ഏകദേശം അതേക്കെ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവരുടെ മാനസികാവസ്ഥയിലൊന്നും നമ്മൾ അളക്കാൻ നിൽക്കുന്നില്ല. അപ്പം നെക്സ്റ്റ് ബസൽ ഉറപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5-ന്. ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല എന്നും കൂടെ പറയാണ്. ചടങ്ങൊന്നുമില്ല, കാരണം 3ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നില്ല. നമ്മൾ പോയി തിരികെ പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല, നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എന്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കാന്നാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ചിലപ്പോൾ ഞാനത് പുറത്ത് പോകുമായിരിക്കും, ഒരു ചിലപ്പോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം എന്റെ ശിവനെ വയ്യ, ഇതൊന്നും കേൾക്കാൻ വയ്യ. ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണും കൂടെ അടിച്ചു പോകും. അപ്പം എക്കാലും അങ്ങേര് എന്താണ് ഒരു ഹിന്ദുവായിട്ട് ജനിച്ച് അങ്ങേര് പല തവണ പല കൂട്ടുകാരുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരിക്കുമ്പോഴത്തെ കൊല്ലത്ത് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പേഴ്സണൽ ആയിട്ട് കൊല്ലം സുധിയുടെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല്ലം സുധി ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ രേണുസുധിയെ സംബന്ധിച്ചാണെങ്കിലും കൊല്ലം സുധിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും കുറെ അധികം ആൾക്കാർ നമ്മുടെ ഇവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ കുറെ അധികം വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത്രയും ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഏതോ ഒരു ഊടായ്പ പള്ളിയിൽ കൊണ്ട് അടക്കിയിട്ട് ഇന്ന് 3ാം വർഷം, എങ്ങനെയോ ജൂൺ 5 ആണെന്ന് പറഞ്ഞു. ഇന്നാളെ ഒരു ബൈക്സ് കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് 2022 ആണെന്ന് തോന്നുന്നു, ആണോ മറ്റോ എന്നാന്ന് തോന്നുന്നു കൊല്ലം സുധി മരിച്ചത്, അതായത് എന്റെ കെട്ടിയോ മരിച്ചത് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ പെണ്ണുമ്പോഴാണ് ഇവര്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്ളോഗേഴ്സ് ആണ് തിരുത്തി കൊടുത്തത് 2023 ജൂൺ 5-നാണ് കൊല്ലം സുധി മരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് എന്നാലും പറയുന്നത്. അപ്പൊ ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ് ജൂൺ 5 ഇതിനകത്തല്ലേ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അന്ന് എന്താണ് അനാഥാലയത്തിന് നിങ്ങളൊന്നും കൊടുത്തില്ലേലും വേണ്ടില്ല, ദൈവത്തെ ഓർത്ത് ആ പിള്ളേർക്കും കൂടെ അതിന്റെ പാവത്തിന്റെ പങ്ക്, നിങ്ങൾ തുണി ഊരി കാണിച്ചിട്ട് കിട്ടുന്ന പൈസയല്ലേ, ആ പാവത്തിന്റെ പങ്കും കൂടെ പറ്റാതിരിക്കട്ടെ. ഇവര് പറയുന്നുണ്ടായിരുന്നു ഒറിജിനൽ ഭാര്യ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നിയമപരമായിട്ടുള്ള ഭാര്യ നോക്കട്ടെ, തപ്പിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വെക്കാം. ആഘോഷിക്കുകയാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ സുധിച്ചേട്ടന്റെ, ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ. പിന്നെ വിശ്വസിച്ച് സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. അപ്പം ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ പ്രൊഫൈലില് ഒരു കൊല്ലം സുധിയുടെ 43ാമത്തെ പിറന്നാളിന് അവർ ആഘോഷിക്കുന്നത്, അതായത് കിച്ചു കേക്ക് പുള്ളിയെ കൊണ്ട് മുറിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അതിന് എന്തോ അവർക്ക് കുരി പൊട്ടിട്ട് എന്തോ റിയാക്ഷൻ ഇട്ടായതുകൊണ്ട് ഒരു ചേച്ചി കമന്റ് ഇട്ടപ്പോഴത്തേക്ക് അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇവളെന്തോ നിയമപരമായിട്ടുള്ള ഭാര്യ, ഞാനാണ് നിയമപരമായിട്ടുള്ള ഭാര്യ. ഇതിന് ഞാനൊരു കാര്യം പറയാം, എന്നെ കൊണ്ടൊന്നും വാ തുറപ്പിക്കരുത്. കാരണം നിന്റെ നിയമപരമായിട്ടുള്ള ഭാര്യ എന്ന് പറഞ്ഞ് നീ കുറെ എടുത്തുകളൊന്നും നെഗളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം വിട്ടുകളഞ്ഞാണ്. എനിക്ക് തെളിവ് സഹിതം നിനക്ക് ആരാണോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നത് അവരുടെ വായിന്ന് തന്നെ ഞാൻ കേട്ടതാണ്. നിനക്ക് എപ്പോഴാണ് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്, എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ഏത് പഞ്ചായത്ത് എങ്ങനെ ഉൾപ്പെടെ കിട്ടിയതാണ്. ദൈവത്തെ ഓർത്ത് നമ്മൾ എന്നിട്ടും എന്തെങ്കിലും പോയിക്കോട്ടെ, എങ്ങനെയും പേടിച്ച് ജീവിച്ച് പൊക്കോട്ടെ എന്ന് കരുതി നമ്മളെല്ലാം മിണ്ടാതിരിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് നീ നമ്മളെ ഇങ്ങനെ കോലിട്ട് കുത്തി തെളിവ് സഹിതം പുറത്ത് കൊണ്ട് ചാടിക്കരുത്. അതിന്റെ ക്ഷീണം നിനക്ക് തന്നെയായിരിക്കും. നിനക്കറിയാം നിന്റെ സിറ്റുവേഷൻ, ജീവിതാവസ്ഥ എന്താ നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ ഇങ്ങനെ കിടന്ന് നെഗളിക്കരുത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിനക്ക് എന്താണ് ഷെബീന ബീബിന്ന് കിട്ടിയിട്ട് ഇപ്പൊ മൂഞ്ചി തെറ്റിയിരിക്കുന്നത്. അതുപോലെ ഞാൻ അടക്കമുള്ള പല വ്ളോഗേഴ്സിന്റെ കയ്യിലും നിന്റെ സകലമായ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പലരും ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞു നിൽക്കുന്ന കേസാണ്. പക്ഷെ നീ അത് കുത്തി തുറപ്പിച്ച് നമ്മളെ കൊണ്ട് എടുപ്പിക്കരുത്. തെളിവ് സഹിതം വെച്ചിട്ടടിക്കും. പിന്നെ ലാസ്റ്റ് നീ തന്നെ ഇതായിരിക്കും, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരു ഇതായിട്ട് ഇരിക്കുമല്ലേ. അപ്പം അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതപ്പം അങ്ങനെ പോയേക്കുവാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഏക്കാലും
അന്ന് എന്താണ് കിച്ചു ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അവന്റെ ഓർമ്മ പുതുക്കുന്ന ആ സംഭവങ്ങളൊക്കെ ആയിട്ട് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രേണുവിനെ സംബന്ധിച്ച് എന്താണ് രേണുവിന്റെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെമ്മറീസ് പോലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണു എപ്പോഴും കോലം കെട്ടാണ് കാണിക്കുന്നത്. ആ മരിച്ച മനുഷ്യനെ കൊല്ലം സുധിയെ വീണ്ടും വീണ്ടും വിട്ട് കോലം കെട്ടിക്കണം. അങ്ങനെ ഇന്ന വരെ ഒരു ആത്മാവിന് ഒരു നിത്യശാന്തി കിട്ടിയിട്ടുണ്ടാവത്തില്ല. അപ്പം പക്ഷെ അതിനെ ഉപരി ഈ കൊല്ലം സുധിയുടെ മകൻ എന്താണ് കിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അവൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ആ ഒരു റീലും കൂടെ കണ്ടിട്ട് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് പിന്നെന്താണ് എല്ലാം ചെയ്യുക. അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം. Happy birthday to you. അയ്യോ. Thank you. റിയൽ അല്ലേ? ഓക്കെ ബൈ.